ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാണുന്ന ചെടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. യൂജീനിയ കോണ്ടലീന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന യൂജീനിയ സസ്യകുടുംബത്തിലെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് ചെടിയാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ പോലുള്ള ചെറിയ ചെറിയ പഴങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഞാവൽപ്പഴത്തിൻ്റെ അത്ര തന്നെ രുചിയില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു രുചി തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന് ഉള്ളത്. മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ ഇതിൽ ധാരാളം മുട്ടുകൾ ഉണ്ടാവുകയും മഴ പെയ്യുന്നതോട് കൂടിയിട്ട് ഈ മുട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയുള്ള പൂക്കളായി മാറും. പിന്നീട് മഴവെള്ളത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ പൂക്കളിൽ പോളിനേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ പഴങ്ങൾ രൂപപ്പെടുന്നത്. വളരെ നേരത്തെ തന്നെ പൂക്കളിടാൻ തുടങ്ങുന്നുള്ളതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന ഈ പഴച്ചെടിയുടെ ഒരു പ്രത്യേകത. ഞാനീ വെച്ച ചെടി ഏകദേശം 2ാമത്തെ വർഷം തന്നെ ഫ്ലവർ ഇട്ടു. പക്ഷേ ആ വർഷം ഫ്രൂട്ട്സ് ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ വർഷമാണ് ഇതിൽ ചെറിയ ഫ്രൂട്ട്സൊക്കെ രൂപപ്പെടാൻ തുടങ്ങിയത്. ഇങ്ങനെ പോളിനേഷൻ നടന്നതിന് ശേഷം കുറേ ഫ്ലവേഴ്സ് പൊഴിഞ്ഞു പോയിട്ട് വളരെ കുറഞ്ഞ ഫ്രൂട്ട്സാണ് ആരംഭത്തിൽ ഇതിൽ പിടിച്ചത്. നമുക്ക് വലിയ ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെ വളർത്താൻ സാധിക്കുന്ന ഒരു പഴച്ചെടി തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. പക്ഷേ നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലോ വളർത്തുന്ന സമയത്ത് ടെറസ് പോലുള്ള അമിതമായ പ്രകാശം തട്ടുന്ന അമിതമായ വെയിലടിക്കുന്ന സ്ഥലം ആണെങ്കിൽ അതിന് കൃത്യമായ നനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ചെറിയ തണലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. അതുകൊണ്ട് തന്നെ അമിത വെയിലും അതുപോലെ തന്നെ ചൂടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചട്ടിയിലോ ഡ്രമ്മിലോ നമ്മൾ വളർത്തുന്ന സമയത്ത് വലിയ ഉയരത്തിൽ പോകാതെ ചെടിയെ നമുക്ക് പരിചരിക്കാൻ സാധിക്കുന്നതാണ്. ഞാവൽപ്പഴം കണക്കിനുള്ള ചെറിയ ഫ്രൂട്ടുകളാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുക. പിന്നെ ഒരു പഴത്തിൻ്റെ രുചി എന്ന് പറയുന്നത് ആ ചെടിയുടെ ആരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ചെടിക്ക് പൂർണ്ണമായ ഒരു വളർച്ച ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു മെച്യൂരിറ്റി ലഭിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഫ്രൂട്ടിൻ്റെ സ്വാദ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത്തരത്തിൽ ഒരു പ്ലാന്റ് മെച്യൂറായി കഴിഞ്ഞാൽ വലിയ മോശമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു പഴം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ സീഡ് നട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന തൈകൾ നട്ടാൽ ഏകദേശം 3 വർഷമാകുമ്പോഴേക്ക് തന്നെ അതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും. പക്ഷേ എന്നാലും നമ്മൾ വീണ്ടും 1-2 വർഷം വെയിറ്റ് ചെയ്യുമ്പോഴേ നമുക്കതിൽ നിന്ന് പഴങ്ങൾ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പുറമെ നിന്ന് വന്ന ഒരു പുതിയ ഇനം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ഇനം തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്നത്. നമ്മുടെ പഴച്ചെടികളുടെ കളക്ഷനിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഇനം തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇനിയും പുതിയ പുതിയ പഴച്ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.